നമുക്ക് പത്തനംതിട്ടയിലേക്കൊന്ന് പോകണം. പ്രവീൺ പുരുഷോത്തമുണ്ട്. പ്രവീൺ, അവിടെ എം വി ഗോവിന്ദൻ യോഗം വിളിച്ചിട്ടുണ്ട്. ചർച്ചകൾ നടക്കുകയാണ്. തിരുവല്ലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്? വിനീത, CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. തിരുവല്ലയിലെ വിഭാഗീയതയാണ് പ്രധാനമായും CPM സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന ഈ യോഗത്തിൽ ചർച്ചയാകുന്നത്. തിരുവല്ലയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂടി ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, CPM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ഒപ്പം തന്നെ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സന്നിഹിതരായിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു വിശദമായിട്ടുള്ള ഒരു യോഗം അല്ലെങ്കിൽ എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണെന്ന് പറയാം. കാരണം എല്ലാ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്, എല്ലാ ഏരിയ കമ്മിറ്റി അംഗങ്ങളും എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ കൂടി ഇവിടെ നടക്കുകയാണ്. ഇപ്പോൾ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു തീരുമാനം ഈ തിരുവല്ലയിലെ വിഷയം സംബന്ധിച്ചുണ്ടാകും. അതിൽ എന്താണ് അതിൻ്റെ ഒരു പ്രശ്നപരിഹാരം എന്നുള്ളത് സംസ്ഥാന സെക്രട്ടറി അവിടെ പറയും. അതിനുശേഷം ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അത് അംഗീകരിച്ചുകൊണ്ട് CPIM തിരുവല്ല ഏരിയ കമ്മിറ്റിയിലേക്ക് അത് കൈമാറും. ഏരിയ കമ്മിറ്റിയും ഇവിടെ വെച്ച് തന്നെയായിരിക്കും യോഗം ചേരുക. അത് അംഗീകരിച്ചതിന് ശേഷം പിന്നീട് ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗവും ഇവിടെ വെച്ച് ചേരും. അതായത് CPI സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു ഫോർമുലയുമായാണ് ഈ പ്രശ്നപരിഹാരത്തിൻ്റെ ഒരു ഫോർമുലയുമായാണ് ഇവിടെ വന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അക്കാര്യം എന്താണ് ആ പ്രശ്നപരിഹാരം എന്നുള്ളത്, അതിനുവേണ്ട നടപടി എന്താണ് എന്നുള്ളത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. അതേസമയം തന്നെ തിരുവല്ലയിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തിരുവല്ലയിൽ ഇപ്പോൾ നടക്കുന്ന വിഭാഗീയതയ്ക്കുള്ള കാരണം എന്താണെന്ന് എം വി ഗോവിന്ദനെ കൃത്യമായും ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ ലോക്കൽ സമ്മേളനം മുടങ്ങിപ്പോയതിന്റെ കാരണം തിരുവല്ലയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇതിനോടകം തന്നെ എം വി ഗോവിന്ദനെ വിശദീകരിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി ലോക്കൽ സമ്മേളനം അവിടെ നടത്തേണ്ടത് അനിവാര്യമാണ്. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ തുടർന്നാൽ ലോക്കൽ സമ്മേളനം നടത്താൻ അവിടെ കഴിയില്ല എന്ന് തിരുവല്ലയിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എം വി ഗോവിന്ദനെ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ തർക്കത്തിൽ നിൽക്കുന്ന ഈ രണ്ട് വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് അത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ 13-ാം തീയതിയാണ് അവിടെ ലോക്കൽ സമ്മേളനം നടന്നത്. പക്ഷേ ആ ലോക്കൽ സമ്മേളനത്തിൽ അവിടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. ആ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടന്നില്ല. അതിനു മുമ്പ് തന്നെ പ്രവർത്തന റിപ്പോർട്ടിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം പാർട്ടി നേതൃത്വത്തിനെതിരെ ഉണ്ടായിരുന്നതിനാൽ ആ പ്രവർത്തന റിപ്പോർട്ട് തിരികെ വാങ്ങുകയാണ് ചെയ്തത്. ആ പ്രവർത്തന റിപ്പോർട്ട് 52 പേജുള്ളതായിരുന്നു. ചർച്ചകൾ നടത്തുന്നു. ഇന്ന് തന്നെ ഒരു പരിഹാരം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. TV